തിരുവനന്തപുരം വഞ്ചിയൂർ ഋഷിമംഗലത്ത് കുടിവെള്ള പ്രശ്നം രൂക്ഷമാണ്. പലതവണ പരാതി നൽകിയിട്ടും അധികൃതരുടെ ഭാഗത്തു നിന്ന് അർഹമായ പരിഹാരം കിട്ടുന്നില്ല എന്നുള്ളതാണ് പരാതി. കോർപ്പറേഷൻ താൽക്കാലികമായി സ്ഥാപിച്ച പൈപ്പിലും വെള്ളമില്ല. തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ നിന്ന് വഞ്ചിയൂർ കോടതിയിലേക്ക് പോകുന്ന വഴിയിൽ കമ്മട്ടം എഫ് ലൈനിൽ ഋഷിമംഗലം കമ്മട്ടം എഫ് ലൈനിൽ കുടിവെള്ള പ്രതിസന്ധി ആരംഭിച്ചിട്ട് നാളുകൾ ഏറെയായി. കഴിഞ്ഞ ജനുവരിക്ക് ശേഷം ഇവിടെ കുടിവെള്ളം സ്ഥിരമായി കിട്ടാറില്ല എന്നാണ് വലിയ രീതിയിലുള്ള പരാതി ഉയർന്നിരിക്കുന്നത്. ഇതിപ്പോൾ എത്ര നാളായി ഒരു കുടിവെള്ള പ്രതിസന്ധി തുടങ്ങിയിട്ട്? ജനുവരി 2024 തൊട്ട് ഞങ്ങൾക്ക് ഈ പ്രശ്നം കൂടി വരുമായിരുന്നു. നമുക്ക് സ്ഥിരം വെള്ളം കിട്ടിക്കൊണ്ടിരുന്ന രാത്രി 1 മണി തൊട്ട് വെളുപ്പിനെ 5 മണി വരെ കിട്ടിക്കൊണ്ടിരുന്ന വെള്ളം ഇപ്പോൾ രാവിലെ 5:15 വരും, 5:45 ആകുമ്പോൾ നിൽക്കും. അതും വളരെ ഫോഴ്സ് കുറവ്. എത്രത്തോളം വീടുകളിൽ ഈ ഒരു പ്രതിസന്ധി ഇപ്പോൾ നിലവിലുണ്ട്? അറൗണ്ട് 160 ആൾക്കാരാണ് ഈ അസോസിയേഷനിലുള്ളത്. എല്ലാവർക്കും ഇത് ബുദ്ധിമുട്ടാണ്. എല്ലാവരും ഡ്രിങ്കിങ് വാട്ടറൊക്കെ പുറത്തുനിന്ന് വാങ്ങിക്കുകയാണ് ചെയ്യുന്നത്. കുട്ടികളുണ്ട്, പ്രായം ആയവരുണ്ട്, എല്ലാവരും വളരെ ബുദ്ധിമുട്ടുകയാണ്. എയർപോർട്ടിലെ സാധാരണക്കാരനാണ്, ജോലിക്കാരനാണ്. ഈ നൈറ്റ് ഉറക്കം കഴിഞ്ഞ് വന്ന് വെള്ളം കോരേണ്ട അവസ്ഥയാണ് വന്നിരിക്കുന്നത്. ഇതിനകത്ത് താഴെ കുളത്തിൻ്റെ കരയിൽ അവർക്കൊക്കെ കുറച്ചുകൂടെ ലോ ലൈൻ ആയതുകൊണ്ട് വെള്ളം കിട്ടും. 30 കുടുംബങ്ങൾക്കാണ് ഏറ്റവും ബുദ്ധിമുട്ട്. കിണറുണ്ട്, അതിൽ നിന്നാണ് ഇപ്പം തൽക്കാലം പകലൊക്കെ എടുക്കുന്നത്. ഇപ്പം വെളുപ്പിനെ എണീച്ച് 2-3 കലത്തി പിടിച്ച് വയ്ക്കും കുടിക്കാനുള്ള വെള്ളം. കൗൺസിലറിൻ്റെ അടുത്ത് കംപ്ലൈൻറ്റ് കൊടുത്തു, റെസിഡൻസ് വഴി മന്ത്രിക്കൊക്കെ കംപ്ലൈൻറ്റ് കൊടുത്തു. ഇന്ന് ശരിയാവും, നാളെ ശരിയാവും എന്ന് പറയും. ഈ കാണുന്നത് പോലെ തന്നെയാണ് ഇവിടുത്തെ ഓരോ വീടുകളിലെ അവസ്ഥ. എല്ലാ വീടുകളിലും പൈപ്പ് ലൈൻ കണക്ഷൻ ഉണ്ട്, പക്ഷേ കുടിവെള്ളം മാത്രം ഇതിൽ കൂടി എത്തുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ഈ ഒരു പൈപ്പ് കൂടി ഇവിടെ വെച്ചിട്ടുണ്ട്. ഈ പൈപ്പിൽ നിന്ന് വെള്ളം എടുക്കാനായിട്ട് 12, 10, 25 വീട്ടുകാർക്കുണ്ട് വെള്ളം. ഒരു 5 മിനിറ്റ് ഈ പൈപ്പിൽ കൂടെ വെള്ളം ആർക്കെങ്കിലും കിട്ടുന്നുണ്ടോ? മാധ്യമങ്ങളിൽ വാർത്തകൾ വരുന്ന സമയത്ത് മാത്രമാണ് ഇവിടുത്തെ ആളുകൾക്ക് കൃത്യമായി കുടിവെള്ളം ലഭിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം. ഋഷിമംഗലത്ത് നിന്ന് സുധീഷ് തിരുവല്ലോടൊപ്പം ജിബിൻ JB, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.